വാർത്തകളുമായി നമ്മോടൊപ്പം ചേർന്ന് എന്തായാലും മോർണിംഗ് വൈബ്സ് ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മോടൊപ്പം ഒരു സംഘമുണ്ട്. ആ സംഘത്തെ നയിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സുബീഷ് ഇപ്പോ സിനിമയുടെ റിലീസിന്റെ ടെൻഷനൊക്കെയാണ്. ഈ ടെൻഷനൊക്കെ റിലീഫ് ആക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ സംഘാംഗങ്ങളാണെന്ന് തോന്നുന്നു. രാവിലെ വൻ ജോളിയാണ്. മോർണിംഗ് വൈബ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇത്രയും ദിവസങ്ങളായി മോർണിംഗ് വൈബ്സ് ആരംഭിച്ചെങ്കിലും ഇത്രയും വൈബോടുകൂടി ആരംഭിച്ചത് ആദ്യം തോന്നുന്നു. എന്റെ എനർജി ആണ് നിങ്ങൾക്ക്. അച്ചായന്റെ ഒക്കെ എനർജി, ആ മീശയൊക്കെ ഒറ്റ ലുക്ക് കാണണം. അത്ര സൗന്ദര്യമാണോ എനിക്ക്? എന്താ സംശയം? എന്നിട്ട് അവൻ എന്നെ സിനിമയിൽ എടുത്തില്ല. സുബീഷ് ഉറപ്പായിട്ടും അച്ചായനൊരു ചാൻസ്. ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ സീരിയസ്ലി ഞാൻ വിളിച്ചിരുന്നു. ഞാൻ റൂം വരെ കാഞ്ഞങ്ങാട് പറഞ്ഞ ചോദിച്ചു നോക്ക്. വിളിച്ചായിരുന്നോ സിനിമയിലേക്ക്? എന്നിട്ട് എന്താ പോവാതെ ഇരുന്നല്ല, എന്ത് വേഷ തരുന്ന പറയാൻ കൊണ്ടാണ് പോവാൻ. ഈ എനർജിയില് പോസിറ്റീവായിട്ട് രാവിലെ തുടങ്ങിയ ആ ദിവസം എങ്ങനെ മോശമായിരിക്കും. എന്തായാലും നമ്മള് സുബീഷ് ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം എല്ലാവരും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇത് അച്ചായ, ജപിച്ചായ, ജോർജ് ഏട്ടൻ, ദിനേശ് ഏട്ടൻ, ഫ്രാൻസിസ്, പീറ്റർ ഏട്ടൻ, പിന്നെ ആൻഡ്രിച്ചേട്ടൻ നമ്മളെ എന്റെ ഹൗസ് ഓണറാണ്. എങ്ങനെയാ വാടകക്കാരൻ കൊള്ളാമോ? പ്രശ്നക്കാരനാണോ? ഇത് സൺലേട്ടൻ എന്ത് ചെയ്തു? ബിസിനസ്സാണ്. ഓക്കെ. ഇത് ബെന്നിച്ചേട്ടനും ബിസിനസ്. അപ്പൊ ഇങ്ങനെ ഇതാണ് ഇവരുടെ ഒരു രാവിലത്തെ പ്രധാനപ്പെട്ട സംഘങ്ങൾ. രാവിലെ 5:30 ഇത് നടത്താൻ ആരംഭിക്കുന്നവരാണ്. എവിടെ നിന്ന് ആരംഭിക്കുന്നത് ചേട്ടാ? ഞങ്ങൾ ഈ റൗണ്ട് ഈ സർക്കിളിന്റെ ഇവിടെ തന്നെ വണ്ടി കൊണ്ടുവന്നത് ഇവിടെ അങ്ങ് തുടങ്ങും. എനിക്ക് ഇവിടെ തന്നെ അവസാനിപ്പിക്കും. എനിക്ക് തോന്നുന്നേ ഈ നടത്തത്തെക്കാൾ രസകരം ഇത് കഴിഞ്ഞിട്ടുള്ള ഈ ചായയോടെയും വർത്താനാന്ന് തോന്നുന്നു. ആ ഇരിപ്പാണ് ഒരു രസമാണ്. അത് ഭയങ്കര രസകരമായ പല ചർച്ചകളും നടക്കും. ഈ കഴിഞ്ഞ 10-12 വർഷം ഞാനിവിടെ സ്ഥിരം കാണുന്നതാണ്. പക്ഷെ ഇവരുടെ കൂടെ നടന്ന പല മുഖങ്ങളും ഇപ്പൊ കുറെ ആൾക്കാരെ കാണുന്നില്ല. ഇവര് സ്ഥിരമായിട്ട് ഉണ്ട്. ഞാൻ 14 വർഷമായിട്ട് കാണുന്നു. 14 വർഷമായിട്ട് നടക്കുന്നുണ്ട്. ഇവര് 14 വർഷമായിട്ട് ഇവര് 14 വർഷം എന്നല്ല, നേരത്തെ ജോർജേട്ടൻ 97 തൊട്ടാ. 97 മുതൽ ഇവിടെ നടക്കാൻ തുടങ്ങിയതാ. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടിയേക്കണാണ്. ഇപ്പൊ ഒത്തിരി കാലമായി കാര്യം ഇവിടെ നടപ്പെന്ന് പറഞ്ഞാൽ അതൊരു ദിവസം എന്ന് പറഞ്ഞാൽ അത് നടന്നില്ലെങ്കിൽ ഒരു സുഖമില്ല. അത് തന്നെയല്ല, അതിനപ്പുറം എല്ലാവരുമായിട്ട് കാണുക, എല്ലാ ദിവസവും കാണുക, പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുക. അതുപോലെ സുബീഷ് വരും. സുബീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുബീഷിനെ ഞാൻ ഒരു പ്രത്യേക ഒരു കാര്യം പറയുവാണ്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു മനുഷ്യത്വം ഉള്ള ഒരാളാണ്. കാര്യം ഈ സ്റ്റേഡിയത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഒരാൾ കുഴഞ്ഞു വീഴുന്നു. ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട് ആർക്കാണെങ്കിലും. ഈ സുബീഷ് ഓടിപ്പോയി ആളെ പോയി എടുത്ത് പൊക്കിയെടുത്ത് വണ്ടി കയറ്റി വിടുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് നാച്ചുറലാണത്. അതൊന്നും നമുക്ക് എനിക്ക് മറക്കാൻ പറ്റൂല. ഞാൻ പലരോട് ചർച്ച ചെയ്ത ഒരു കാര്യമാണ് സുബീഷിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനും കൂടിയാണ് പുള്ളി. അപ്പൊ ഇത് സുബീഷ് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാനിത് മനസ്സിൽ കയറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ വളരെ ഇതായിട്ട് എടുത്തൊരു കാര്യമാണ് അത്. അന്നെല്ലാവരും ആളുകളുണ്ടെങ്കിലും ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സുബീഷാണ് ഓടി വന്നിട്ട് ആളെടുത്ത് ഫസ്റ്റ് എടുത്ത് വണ്ടി കയറുന്നത്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനും കൂടിയാണ്. അപ്പൊ സുബീഷ് ഞങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു ഊർജം പകരുന്ന ഒരാളാണ്. പിന്നെ ബാക്കി എല്ലാവരും ആരും മോശമില്ലല്ലോ. എല്ലാവരും പോസിറ്റീവ്. ബൈക്കിന്റെ മുമ്പിൽ എല്ലാവരും ഇപ്പം മൗനമായിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ല, അത് ഞാൻ നെട്ടിപ്പോന്നും മിണ്ടുന്നില്ല. എനിക്ക് ഈ സംഘത്തില് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയുള്ള അച്ചായനാണ്. അച്ചായൻ കിട്ടുവാണ്. അല്ല, നമ്മൾ അങ്ങനെയുള്ള നമുക്കിവിടെ എങ്ങനെ നമുക്ക് ഒരു രസമായിട്ട് 1 മണിക്കൂർ ചെലവാക്കാവുന്നുള്ളതാണ്. അല്ലാതെ നമുക്കിവിടെ വേറെ കരയാൻ പറ്റുന്നതല്ല. എല്ലാവരും ഈ സ്റ്റേഡിയത്തിൽ വരുന്ന ഒരാൾ പോലും ഞങ്ങളുടെ ഗ്യാങ്ങിനെ മറക്കൂല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല TV-കാരും വരുന്നുണ്ട്. എല്ലാ ചർച്ചയിലും ഞങ്ങളുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ വീക്ഷിക്കുമ്പോൾ ഇതുപോലൊരു റൗണ്ട് കവർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് വേറെ ഇല്ല. ഇന്ന് ഞങ്ങളുടെ ഗ്യാങ് തിങ്കളാഴ്ചയായിട്ട് സ്ട്രോങ് കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഞായറാഴ്ചത്തെ ആഘോഷങ്ങൾ കഴിഞ്ഞ് വരാത്തവരുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് വളരെ വലിയൊരു ഗ്യാങ്ങാണ്. ആര് സ്റ്റേഡിയത്തിൽ വന്നിട്ടുണ്ടോ ഈ ഗ്യാങ്ങിനെ അറിയാൻ മേലാത്ത ഒരാൾ പോലും ഇല്ല. നോയ്സ് ഓഫ് സ്റ്റേഡിയം എന്നാണ് ഞങ്ങളുടെ ഗ്യാങ്ങിനെ അറിയപ്പെടുന്നത്. ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. ശരിക്കും നോയ്സ് ഓഫ് സ്റ്റേഡിയം എന്നാണ് ശരിക്കും പേര്. ഞങ്ങളുടെ അപ്പുറത്ത് നടന്നാൽ ഇപ്പുറത്തറിയാം. അതാണ് ഞങ്ങളുടെ ഒച്ച. എനിക്ക് തോന്നുന്നു ഈ നോയ്സ് ഓഫ് സ്റ്റേഡിയത്തിലെ ലൗഡ് സ്പീക്കർ അച്ചായനാണ്. അങ്ങനെ പറയാതെ
ഹരം ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാരെയും എന്റർടൈൻ ചെയ്യുക. നമ്മൾ ചിരിച്ച് ഉല്ലസിച്ച് നടക്കുന്നു, വേറെ ഒന്നുമല്ല. അല്ല, വേറെ കാര്യമുണ്ട്. ഞാൻ ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നാൽ ഞാൻ അച്ഛനെ വിളിക്കുക, ഇത് പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടോ, അച്ഛൻ അതിനെ കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കും. ഇവിടെ ഏത് ഹോട്ടൽ തുടങ്ങിയത്, പുതിയ ഹോട്ടൽ, ഫുഡ് പ്രേമിയാണോ? ഫുഡ് പ്രേമിയാണോ എന്ന് കണ്ടറിയാമല്ലേ. ഭക്ഷണത്തിന്റെ പ്രിയം തീർക്കാൻ വേണ്ടി രാവിലെ ഉച്ചയ്ക്ക് വീട്ടിലോട്ട് പോവാ, നമുക്ക് അവിടെ ഒന്നും കഴിക്കാം. അപ്പൊ അറിയാം വീട്ടിലെ ഭക്ഷണം പ്രിയമുള്ള ആൾക്കാരാണോ, ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാരാണോ വീട്ടിലുള്ളതെന്നൂടെ അവരെയും കൂടെ പരിചയപ്പെട്ടേച്ച് പോവാം. ഉറപ്പായിട്ടും രാവിലെ എന്തായാലും ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ടാവല്ലോ അല്ലേ? ഉണ്ടാവും. ആ, അപ്പം സുബീഷേ, ഈ ഇവരുടെ ഈ ഒപ്പമുള്ള ഈ എനർജി, ഈ പോസിറ്റിവിറ്റി എങ്ങനെയുണ്ട് രാവിലെ നമ്മൾ ഒരു ലൈഫ് ആരംഭിക്കുമ്പോൾ? അതാണ് ഏറ്റവും നിർണായകം. നമ്മൾക്ക് ഈ മനസ്സിൽ ഈ പിന്നെ മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള എനർജിയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ അവർ ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. കാരണം നമ്മളെ സങ്കടങ്ങൾ മറക്കും, നമ്മൾ വളരെ ഭയങ്കരമായിട്ട് ഉന്മേഷമായി മാറും. അത് വളരെ ഗുണം ചെയ്യും. അത് നമ്മളെപ്പോലത്തെ ഒരു ഈ കലാ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഭയങ്കര, ഒന്നാമത് സിനിമാ മേഖലയിലൊക്കെ ഭയങ്കര സംഘർഷമുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഇവർ പലപ്പോഴും വളരെ എനർജറ്റിക് ആക്കുന്ന സംസാരങ്ങൾ, നടത്തങ്ങൾ, ചിരികൾ, ട്രോളുകൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര രസമാണ്. പക്ഷെ നമ്മൾ ഭയങ്കര പോസിറ്റീവാവും. നമ്മളെ സംസാരിക്കാത്ത ആൾക്കാരും വന്ന് ഇവിടെ സംസാരിക്കും. അങ്ങനെ ഒരു എനർജിയുള്ളൊരു ടീമാണ്. ഈ നിങ്ങളുടെ രാവിലത്തെ സംസാരങ്ങളിൽ ഒന്ന് രണ്ട് വിഷയങ്ങൾ എന്റെ അടുത്ത് പറയാമോ? ഇനി വീട്ടുകാർ കേൾക്കുമ്പോൾ കുഴപ്പമില്ലെങ്കിൽ ലൈവാണ്. ഞങ്ങൾ കവർ ചെയ്യാത്ത ഒരു ടോപ്പിക്കും ഇല്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നു. ഞങ്ങൾ എല്ലാ സുധാകരൻ ഇന്നലെ പറഞ്ഞ കാര്യം പോലും ഞങ്ങൾ ചർച്ച ചെയ്യും. അതിന്റെ അപ്പുറം ഞങ്ങൾ ചർച്ച ചെയ്യും. ഈ ലോകത്തിന്റെ കീഴിൽ എന്തൊക്കെ വിഷയമുണ്ടോ എല്ലാം ഇവിടെ ചർച്ച ചെയ്യും. ക്രിക്കറ്റ്, ഫുട്ബോള്, മറ്റേ എല്ലാ സിനിമാ ഫീൽഡ്, പുള്ളിയുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിയാനുള്ള ആകാംക്ഷമുണ്ട് നമുക്ക്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഞങ്ങൾ ഡീറ്റെയിൽഡ് ആണ്. ഞാനത് ഉദ്ദേശിച്ചില്ല. ഇവരുടെ സംസാരങ്ങൾ എന്തൊക്കെയെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇവർ അധികം ഡിസ്ക്ലോസ് ചെയ്യില്ലാന്ന് തോന്നുന്നു. അപ്പൊ നാളെ വന്നാൽ മതി, ഞങ്ങളുടെ കൂടെ നടക്കുമ്പോ ആ ടോപ്പിക് കംപ്ലീറ്റ് മനസ്സിലാവും. ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ ഇവിടെ വിട്ടു പോവാത്ത രീതിയിലുള്ള ഒരു ഇത് വരും. ഇവിടെ സ്റ്റേഡിയത്തിന്റെ റൗണ്ടിൽ കുരുക്കിയിടാനുള്ള ശ്രമം അത്രേ ഉള്ളൂ, നടക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സുബീഷിന്റെ സിനിമാ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. സുബീഷിന്റെ ഈ ഷൂട്ടിംഗ്, ഇതിന്റെ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് സുബീഷിലെ? അങ്ങനെയൊന്നുമില്ല, 3-4 സുഹൃത്തുക്കളുണ്ട്. 3-4 സുഹൃത്തുക്കൾ പ്രൊഡ്യൂസർമാരിലൊന്നല്ലേ? അങ്ങനെ പൈസ ഇല്ല, അങ്ങനെ പറയല്ലേ. കുറെ പ്രയത്നിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എഫോർട്ടും? എങ്ങനെയാണ് ഇത് ഉരുത്തിരിഞ്ഞത്? ഒരു കേന്ദ്ര സർക്കാർ ഉൽപ്പന്നം എന്നുള്ള സിനിമ, ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം, ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ള പേര് വന്നതും ആ ഒരു ത്രെഡിലേക്ക് വന്നത് എങ്ങനെയാണ്? ഇത് നമ്മള് നിസാം റാവുത്തർ എന്ന് പറഞ്ഞൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ, മുപ്പര് പത്തനംതിട്ട ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിന്റെ ഒരു ത്രെഡ് എന്നോട് വന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ പേരാണ് എനിക്ക് ആദ്യം കൊടുത്തത്, ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ വേറെ നായകന്മാരുടെ അടുത്ത് നിന്ന് പോയി സമയം കളയണ്ട, നിങ്ങളാണ് ഈ നായകൻ. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആശങ്കയുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇനി വേറെ സിനിമയിലേക്ക് വിളിക്കുമോ. പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം മുമ്പ് ഒരു സിനിമയിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ നായകനായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വേറെ ആളും വിളിക്കില്ല, അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, ധൈര്യപരം മുന്നോട്ട് പോയിക്കോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ സിനിമയായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ 2-3 സുഹൃത്തുക്കൾ, അവിടെയുള്ള 2-3 സുഹൃത്തുക്കൾ ഇതിൽ ഈ കഥ, ഈ എന്നോടുള്ള ഇഷ്ടത്തിനപ്പുറത്ത് ഈ സിനിമയുടെ കഥ ഭയങ്കര സംഭവം. നമ്മളെ ഈ കഴിഞ്ഞ മാസം ഈ കേരളത്തിൽ 26,000 ആശാവർക്കർമാരുണ്ട്. അപ്പോൾ അവരെ പ്രതിനിധികൾ എല്ലാ ജില്ലയിലെ മെയിൻ ആൾക്കാർ ഈ പടം കാണിച്ചു ലാൽ മീഡിയയിൽ വെച്ചിട്ട്. അപ്പോൾ അവർ ലാൽ മീഡിയയിലേക്ക് വരുന്നതിന് അവർക്ക് ഭയങ്കര കൗതുകമാണ്. കാരണം അവർ പടം കണ്ട് വന്നപ്പോൾ അവരെല്ലാവരും കൈയടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. അപ്പോൾ അവർ 26,000 ആളും ഒരു 8-9 ജില്ലയിൽ കൺവെൻഷൻ വിളിച്ചു ഈ പടം വിജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു മൂവ്മെന്റ് ഒക്കെ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ വെളിപ്പെടുത്തിയില്ല. അപ്പൊ അത്തരം ഒരു ഈ സിനിമ എന്തായാലും എല്ലാരും എല്ലാ തരത്തിലുള്ള മനുഷ്യന്മാരെയും ഇഷ്ടപ്പെടും, ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ. പുള്ളിയുടെ ഭാരത സർക്കാർ ഉൽപ്പന്നുള്ള ഈ സിനിമയുടെ പേര് മോഡി അറിഞ്ഞു. അപ്പൊ മോഡി ഇന്ത്യയുടെ പേര് തന്നെ ഭാരതം ആക്കി. അതാണ് ഏറ്റവും ഈ സിനിമക്ക് അത്ര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ സിനിമ പ്ലാൻ ചെയ്തപ്പോ ശേഷമാണ് ഭാരത് എന്നുള്ള പേര് വരാനുള്ള ആഗ്രഹം. ഇതിനെപ്പോലെ പ്രമോഷൻ നമുക്ക് വേറെന്തുകൊണ്ട്, ഇതിനെപ്പോലെ പ്രമോഷൻ വേറെന്തുകൊണ്ട്. അല്ല, ഇത് ഭയങ്കര സംഭവം പറഞ്ഞത്. കാര്യം നമ്മൾ ആരും ചിന്തിച്ചിട്ടുള്ള സംഭവം. ഈ മോദിജി വരെ ഈ ലെവലിലേക്ക്. അല്ല, അത് കറക്റ്റ് ആട്ടോ. നമ്മുടെ പടത്തിന് പേരിട്ടതിന് ശേഷം മാത്രമാണ് പ്രധാനമന്ത്രി ഇങ്ങനൊരു. അതെ. ഓക്കെ, ഞാൻ മൈക്കുമായിട്ട് വരാം. എന്താ പറഞ്ഞേട്ടാ?
ഇവിടുത്തെ ഡിസ്കഷൻ എങ്ങനെയായിരിക്കും എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാല് അത് ഞങ്ങൾ പൊലിപ്പിച്ച് ഒരു വിധത്തിലാക്കും. അതിന്റെ അകത്ത് യാതൊരു വ്യത്യാസമില്ല. രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തേക്ക് അത് തന്നെയായിരിക്കും. ഒരാളെ കിട്ടിയ കൊന്നു കുഴിച്ചുമൂടി കെട്ടിയിലടങ്ങിയിരിക്കുന്നു. പിന്നെ ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ സമയം എടുക്കുന്നത് എന്താണ്? പുതിയൊരു ആളോട് വന്നിട്ടുണ്ടല്ലോ സുബീഷ്, പുതിയൊരു പേര് വിനോദ് രാവിലെ നടക്കാറങ്ങിയില്ലേ? ഇന്ന് വന്നില്ല, കുറച്ച് ലേറ്റ് ആയിട്ട് വന്നത്. നോർമലി എല്ലാ ദിവസവും വരാറുണ്ട്. ഓക്കെ, ഞാൻ ബാക്കി എല്ലാവരോടും ഇങ്ങനെ വിശേഷമൊക്കെ ചോദിക്കുന്നത്. എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് ബിസിനസ്സാണ്. ബിസിനസ്സാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പരിചയപ്പെട്ടു, നമ്മൾ ആദ്യം പരിചയപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പൊ സുബീഷ്, ഇനിയും ഈ സിനിമയിലെ ഒരു കാസ്റ്റിംഗിലേക്ക് എത്തിയപ്പോൾ ഫസ്റ്റ് ആലോചനയിൽ തന്നെ സുബീഷ് ഓറിയന്റ് ആയിരുന്നു ആ ചിത്രത്തിന്റെ തുടക്കം തന്നെ? അതെ അതെ അതെ, എന്നെ വെച്ചിട്ടായിരുന്നു മുപ്പറ് മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ സുഹൃത്തുക്കൾ കൂടി പ്രൊഡക്ഷൻ ഏറ്റെടുത്തത്. വേറൊരു പ്രൊഡക്ഷൻ കമ്പനി പോയി പിച്ച് ചെയ്ത് അവർക്ക് എങ്ങനെ ഈ സിനിമയിൽ എടുക്കുന്ന നമുക്കറിയില്ല. കാരണം ഞാൻ 1.5 വർഷമായി വേറൊരു സിനിമയിൽ പോലും അഭിനയിക്കാൻ പോകുന്നത് ഇതിന്റെ പിറകിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ നന്നായി വരാനുള്ള കാരണം നമ്മൾ കുറച്ചുപേർ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമയുടെ റിസൾട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് മലയാളത്തിലെ കുറേ നടന്മാർ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. ലാൽ ജോസ് സാർ ആദ്യമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ജാഫർ ഇടുക്കി, ഹരീഷ് കണാരൻ, അജു വർഗീസ്, പിന്നെ ജോയി മാത്യു, വിജയ് ബാബു, 96-ലെ ഗൗരി ജി കിഷൻ, പിന്നെ ഷെല്ലി കിഷോർ, ദർശന നായർ, കുറെ ആൾക്കാരുണ്ട് ഇതിൽ. അപ്പോ ഈ ലാൽ ജോസിന്റെ കാര്യം പറയുമ്പോഴാണ് ഈ ലാൽ ജോസ് ആയിട്ടുള്ള കണക്ഷൻ എന്താണ്? ലാൽ ജോസ് സാറിന്റെ ഞാൻ സിനിമയായിട്ട് ഈ പയ്യന്നൂർ കോളേജ് പഠിക്കുന്ന കാലത്തെ സിനിമ അതിയായ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ എറണാകുളത്ത് ആദ്യം എറണാകുളത്ത് വരുന്നത് 98-ൽ സംസ്ഥാനം. ഞാൻ ഒന്ന് ബ്രേക്ക് ചെയ്തോട്ടെ. ഈ സിനിമ അതേ ആഗ്രഹം എന്ന് പറഞ്ഞില്ലേ, അത് എവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ലാൽ ജോസിലേക്ക് എങ്ങനെ ഇത്രമാത്രം സിനിമാ മോഹം വന്നത്? അങ്ങനെ വരാൻ കാരണം എന്താ? ഞാൻ മുമ്പ് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഈ എറണാകുളത്ത് വരുന്നത് ഞാൻ ആദ്യം തങ്കം ടൂറിസ്റ്റ് ഹോമിലാണ് താമസിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുക 98-ൽ. അപ്പൊ ഇപ്പൊ ഞാൻ ആ തങ്കം ടൂറിസ്റ്റ് ഹോം തങ്കം ടൂറിസ്റ്റ് ഹോം ഇപ്പൊ ഉണ്ടോ? റെയിൽവേ സ്റ്റേഷൻ തൊട്ടിപ്പുറം ആ പാലത്തോട് ചേർന്ന് അല്ലേ? അപ്പൊ അവിടെ ഞാൻ താമസിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് എനിക്ക് പിന്നെ അന്നേരം ചെറിയ ചൈൽഡ്ഹുഡ് തൊട്ട് സിനിമ എനിക്ക് ഭയങ്കര ആവേശം. അപ്പൊ ഞാനങ്ങനെ പയ്യന്നൂരിലെത്തിയ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സിനിമ പിന്നെ ഡിഗ്രി കഴിയാൻ ഇനി എന്ത് എന്നുള്ള ചോദ്യം വലിയൊരു സംഭവമാണല്ലോ. ബാക്കി എല്ലാവരും ഉപരിപഠനത്തിന് പോയി. അപ്പൊ ഞാൻ അന്നേരം സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞാൻ നമ്മളെ കോളേജിൽ അഖില എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജൂനിയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഇന്ത്യ വിഷൻ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനങ്ങനെ ഇയാളെ വിളിച്ചപ്പോൾ ബുദ്ധിമുട്ടി, കാരണം നികേഷ് ചേട്ടനാ. അങ്ങനെ നികേഷ് കുമാർ പയ്യന്നൂരുകാരനാണല്ലോ. അതെ 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 അതെ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം വന്ന് കണ്ടോ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ എറണാകുളത്ത് നമ്മളെ ക്രിക്കറ്റ് ടീമുണ്ട്. അപ്പോൾ ആ ക്രിക്കറ്റ് ടീമിൻ്റെ കൂടെ ഇവർ എറണാകുളം ഇവിടെ ജവഹർലാൽ സ്റ്റേഡിയത്തിൽ കളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ മറ്റേ കടവന്തർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞു, നീ വരുന്നുണ്ടെങ്കിൽ ഒരു 400 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് പൈസ തരുന്നില്ല, എറണാകുളത്തേക്ക് പോകാനൊക്കെ വെറുതെ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ കാലത്ത്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളോടോ എനിക്ക് മാരക രോഗമാണ്, എറണാകുളത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പൈസ കടം മേടിച്ചു. അങ്ങനെ നികേഷ് കുമാറിനെ പരിചയപ്പെട്ടു. നികേഷ് കുമാറാണ് ലാൽ ജോസ് സാറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അന്നേരം കോയൻബൂത്താണ്. ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞൊരു കാര്യമാണ്, കോയൻബൂത്താണ്. അപ്പോൾ ഞാൻ ഇയാളെ നമ്പർ കിട്ടി. അപ്പോൾ ഞാൻ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലും കുഞ്ഞോങ്ങലം പഞ്ചായത്തിലും രാമന്തലി പഞ്ചായത്തിലും എല്ലാ കോയിൻ ബൂത്തും ഇയാളെ വിളിക്കും, മാറി വിളിക്കും. അപ്പൊ ഇയാൾക്ക് തന്നെ ഒരു ഡിസ്റ്റർബായി. ഇയാളെ അസോസിയേറ്റ് നമ്പർ വന്നു, ഇപ്പൊ അനൂപ് കണ്ണൻ. അപ്പൊ അനൂപ് കണ്ണൻ പറഞ്ഞ അങ്ങനെ CMS കോളേജിൽ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എൻട്രി ആവുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൽ ജോസിന്റെ ഏതാണ്ട് 12 സിനിമ ടോട്ടൽ 70 കഴിഞ്ഞു. 12 സിനിമകളിൽ ലാൽ ജോസ് സാറിന്റെ കൈവിട്ടില്ല. അതെ അതെ അതെ. ഇപ്പൊ നമ്മൾ മുപ്പർക്ക് തിരിച്ച് നല്ല വേഷം കൊടുത്തു. അതെ അതെ. അപ്പൊ ഓക്കെ, അപ്പൊ അങ്ങനെ ലാൽ ജോസ് സാറുള്ള കണക്ഷൻ വന്നു. പിന്നെ എല്ലാ സിനിമകളും പുള്ളി ഇങ്ങ് വിളിക്കും അതോ നമ്മൾ അങ്ങോട്ട് ചോദിക്കും? അല്ല, അത് വിളിക്കും. മുപ്പറ് ക്യാരക്ടറിന്റെ എന്നെ വിളിക്കും, എന്നല്ല പ്രൊഡക്ഷനിൽ വിളിക്കും. മുപ്പറ് നേരിട്ട് വിളിക്കല്ല, പ്രൊഡക്ഷൻ കൺട്രോളറും അല്ല അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ വിളിക്കും. ആണല്ലേ. ഈ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം അതെങ്ങനെയാ? ഈ ഒരു കൊമേഴ്സ്യൽ എന്റർടൈനർ ആണോ അല്ലെങ്കിൽ പക്ക കൊമേഴ്സ്യൽ എന്റർടൈൻമെന്റ്? പക്ക കൊമേഴ്സ്യൽ. പാട്ടും എല്ലാം ഒരു പാട്ട് ഹിറ്റാണ്. 2.5 മില്യൺ അടിച്ചു. ആകെ താറുമാറി എന്നുള്ള മ്യൂസിക് അജ്മൽ ഹസ്ബുള്ള, പശ്ചാത്തല സംഗീതം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്കിത് മേനോൻ, നമ്മളെ ജയ് ഒക്കെ ചെയ്ത. ക്യാമറ അൻസർ ഷാ, മറ്റേ ഇഷ്ക് ജോവാൻ ജോ, പിന്നെ എഡിറ്റിംഗ് ജിതിൻ, പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടർ രഘുരാമ വർമ്മ,
അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ടീം. ഒരു നല്ലൊരു ടീമിനെ സെലക്ട് ചെയ്ത് പിക്ക് ചെയ്തെടുത്താണ്. അതെ വന്ന് വർക്ക് ചെയ്തവർക്ക് നല്ല ആൾക്കാരാണ്. നല്ല ആൾക്കാരാണ്. ഓക്കെ, ഇനി ഈ കലോത്സവ വേദികളിലൊക്കെ സജീവമായിരുന്നല്ലോ, പിന്നെ ക്യാമ്പസ് പൊളിറ്റിക്സിലും ഒക്കെ അത്യാവശ്യം സജീവമായിരുന്നു. അത്യാവശ്യം നല്ലോണം നല്ലോണം അറിയാം. അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു കാലഘട്ടം ഒക്കെ എങ്ങനെയാണ് സുബീഷെ ഓർത്തെടുക്കുക? പ്രത്യേകിച്ച് അപ്പൊ ഒരുപക്ഷെ അറിയാവുന്നതായിരിക്കും, നമ്മുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18 ഡൽഹി പ്രതിനിധിയായിരുന്നു. ഉണ്ണിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെന്നാണ് എന്റെ കണക്ഷൻ. അപ്പം ഉണ്ണിപ്പോ വലിയ സെറ്റപ്പായി. ഉണ്ണി ദുബായിൽ പറന്നു നടക്കുന്നത് ലുലുവിന്റെ PRO VPS ഗ്രൂപ്പിന്റെ. അപ്പൊ എങ്ങനെയായിരുന്നു ആ സമയമൊക്കെ? ഒരു ക്യാമ്പസ് ലൈഫ്, പ്രേമൊക്കെ ഉണ്ടായിരുന്നോ? പ്രേമം എനിക്കുണ്ടായിരുന്നു, ഇങ്ങോട്ടുണ്ടായില്ല. അതെന്ത് പറ്റി? അതൊരു ഇവരോട് ചോദിക്കണേ. അച്ഛാ, ഈ പ്രേമം ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ടില്ലെന്നൊക്കെ പറയുന്നു. പ്രേമത്തിന്റെ നിരാശയാണോ കല്യാണം കഴിക്കാത്തതെന്ന് ഇടയ്ക്ക് ഞാൻ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ കല്യാണം ഇതുപോലെ വൈകി ആയത്? ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഇനി ഫാൻസ് കൂടുതലുള്ളവർക്ക് കല്യാണം കഴിക്കാതെ ഇരിക്കാനും പറ്റും, അതും പറ്റും. ഫാൻസ് കൂടുതലുണ്ടെങ്കിൽ തൽക്കാലം കല്യാണം കഴിക്കണ്ട. ഒരാളെ വെറുപ്പിക്കാൻ ഇഷ്ടമില്ല, എല്ലാരെയും സുഹൃത്തുക്കളായിട്ട് കൊണ്ടു നടക്കുവാണ്. അല്ല, എനിക്ക് ഈ അച്ഛൻ ഈ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുന്നതാണോന്ന് എനിക്കൊരു സംശയം. അല്ല, എനിക്ക് ഒരു ഭാര്യയേ ഉള്ളൂ. ഭാര്യ വന്നേ ഉള്ളൂ, പക്ഷെ ഭാര്യ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഇത് കുടുംബം കളിക്കുന്നത് എന്നോട് പറയാം. അതില്ല, അതും വിഷയമേ അല്ല. എല്ലാത്തിനും വളരെ സഹകരണമുള്ള ഒരു ഭാര്യ എന്റെ കൂടെ ഉള്ളത്. അതെ, ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ എന്തോ വീട്ടിലോട്ട് വിളിച്ച ഊട് കഴിക്കാനായിട്ട് സുധീഷനോട് ചോദിച്ചാറ്. എന്റെ വീട്ടിലെ ഒരു സന്ദർശനം, എന്റെ വൈഫ്, എന്റെ മക്കളെ, എന്റെ കൊച്ചുമോളെ പോലും സുധീഷുമായിട്ട് അതുപോലെ അടുപ്പാണ്. അല്ല, ചേച്ചിനെ കുറിച്ചൊക്കെ പൊക്കി പറയാൻ കാണുന്നറിയാം. ഇപ്പൊ വിളിച്ചു പറഞ്ഞിരുന്നു, ഇത് ന്യൂസ് 18 ലൈവ് ഉണ്ട് കാണുന്നത്. പ്രകടിപ്പിച്ച അല്ല, നമുക്ക് അവിടെ ചെല്ലുമ്പോ ചവിട്ട് കിട്ടും. അച്ഛൻ പേടിപ്പിക്കാൻ കൊമ്പം മീശൊക്കെ ഉണ്ട്. നമ്മളെ മീശ മാത്രമേ ഉള്ളൂ, ഹൃദയം വളരെ ലോലമാണ്. ഒരു റോസാപ്പൂ പോലെയാണോ? അത്രേ ഉള്ളൂ. സൗണ്ട് ഉണ്ട്. നമുക്ക് എന്തായാലും സുബീഷിനെ പിടിച്ച് കെട്ടിക്കണോ? സുബീഷിനെ ഇത് കഴിയുമ്പോ ലൈഫിന് ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും, അതിന് യാതൊരു സംശയമില്ല. ഈ സിനിമ ആണ് അവന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോവാണ്. അത് എനിക്ക് ഉറപ്പാത്. എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും വർഷമായിട്ടുള്ള ആ ഒരു ബന്ധം വെച്ച് അവന്റെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവും, അത് ഉറപ്പാ. സുബീഷേ, ഇവര് പറയുന്നതിൽ എന്തോ ഒരു പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഞാനത് ഈ സിനിമക്ക് വേണ്ടിയിട്ടേ, ഇവര് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവരെല്ലാം എന്റെ കൂടെയുള്ളത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ സിനിമക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ മൊത്തം കാര്യങ്ങളൊക്കെ നമ്മളെ പേഴ്സണൽ ലൈഫ് ഒഴിവാക്കി ബാക്കിയുള്ള സൗഹൃദങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കോൺഫിഡൻ്റ് ആണ്. അവർ ഓരോ സാധനങ്ങൾ ഞാൻ ഈ സിനിമയുടെ കാണിക്കാറുണ്ട്, ചായനെ കാണിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു പ്രതീക്ഷയാണ്. പിന്നെ നമ്മളെ ഒരു സിനിമയുടെ ഒരു പാട്ടിലൊരു വീഡിയോ, ഒരു കോണ്ടത്തിന്റെ വീഡിയോ, അത് ഭയങ്കര വൈറലായിരുന്നു. അത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അടുത്ത് തന്നെ ഒരു പയ്യനെ എടുത്തിട്ടതാ. അപ്പോൾ ഒരു 12 മില്യൺ ആൾക്കാർ കണ്ടു. അപ്പോൾ ഭയങ്കര വൈറലായത്. അപ്പോൾ മൊത്തത്തിൽ സിനിമ എല്ലാവർക്കും ഒരു പ്രതീക്ഷ. എന്നോട് കുറേ ആൾക്കാർ വിളിച്ചു. ഇപ്പോൾ യൂട്യൂബിൽ ട്രെയിലർ ഇട്ടപ്പോൾ തന്നെ ഒരു വലിയ നടന്റെ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ നടന്റെ പടത്തിന്റെ ട്രെയിലർ ഇട്ട പോലെ എല്ലാവരും ഒരു നെഗറ്റീവ് കമന്റ് പോലും ഇട്ടില്ല. അപ്പൊ അതൊക്കെ ഈ സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസമാണ് നമുക്ക് കാണുന്നത്. കാരണം ഇതിന്റെ കണ്ടന്റുകളൊക്കെ, ട്രെയിലർ, പാട്ട്, ടീസറൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഈ പടം ഏറ്റെടുക്കുന്നതിൽ വിശ്വാസമുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ക്യാമ്പസ് ലൈഫിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ അവിടെ ഒരുപാട് പ്രേമങ്ങൾ അങ്ങോട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ടുണ്ടായില്ല. ബാക്കി എല്ലാം പറഞ്ഞുകൂടാ, സെൻസർ ചെയ്തിട്ട് പറ. അല്ല, അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ ഞാൻ അത്യാവശ്യം സംഘടനാപരമായും പയ്യന്നൂരിലെ ഒരു പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു ഇതൊക്കെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മളൊരു ലൈഫ് വാർത്തെടുക്കുന്നത്. ഈ അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ പയ്യന്നൂർ കോളേജിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ കുറെ മനുഷ്യന്മാരായിട്ടും, ഇപ്പൊ നേരത്തെ ജോർജ് ഏട്ടൻ പറഞ്ഞ ഒരാൾ വഴിയിൽ വീണ് കിടക്കുമ്പോൾ അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് നമ്മളെ ബാധ്യതയാണെന്ന് കരുതുന്ന ഒരാളാണ്. അതൊക്കെ പഠിച്ചത് ഞാൻ ക്യാമ്പസിൽ നിന്നാണ്. ക്യാമ്പസിൽ നിന്ന് ഞാൻ ജനിച്ചു വളർന്ന സമൂഹത്തിനാണ് അതൊക്കെ പഠിക്കുന്നത്, പ്രത്യേകിച്ച് ക്യാമ്പസിൽ നിന്ന്. അതൊക്കെ എന്നെ മാറ്റിയത് പയ്യന്നൂർ കോളേജാണ്. ഈ പയ്യന്നൂർ ഒരു വല്ലാതെ ഒരു കലയെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇടമായി തോന്നിയിട്ടുണ്ട് പയ്യന്നൂർ കോളേജ്. പിന്നെ അവിടെ മൊത്തത്തിൽ ഒരു എവിടെ തിരിഞ്ഞാലും ഒരു കലയുടെ ഒരു അംശം ഉണ്ട്. തീർച്ചയായും ചുറ്റുപാടും കലാകാരന്മാർ ഒരുപാടുണ്ട്. ഉണ്ട്. അത് മുമ്പ് പയ്യന്നൂർ ഈ വടക്കൻ കേരളത്തിലെ ഈ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ
ഗാന്ധി ഉപ്പ് കുറുക്കിയോട്ട് 2ാം ബർദോളിയായി പയ്യന്നൂർ അറിയപ്പെടുന്നു. പയ്യന്നൂർ ഭയങ്കര കൾച്ചറലായിട്ടുള്ള ഭയങ്കര കോമഡി പറയുന്ന ആൾക്കാരാണ്. കൗണ്ടറിന്റെ ഉസ്താദ് അച്ചായന്റെ കാലം വേറെ ഡബിൾ ആൾക്കാർ ആടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് വരുന്നോണ്ട് അച്ചായനെ പിടിച്ചേക്കാൻ പറ്റും. അച്ചായനെ അങ്ങനെ പിടിച്ചേക്കാൻ പറ്റും തോന്നില്ല. അച്ചായന്റെ കൗണ്ടർ അച്ചായൻ അടുത്ത പ്ലാനിലാണ്. സുബീഷിന്റെ അടുത്ത് പഴയ പ്രേമം ചോദിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. എത്ര കുടുംബം പൊളിക്കാനാണ് നിങ്ങളുടെ ടാർഗറ്റ്? നമ്മളായിട്ട് ആരുടെയും കുടുംബം പൊളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മിനിറ്റ് എങ്ങനെയുണ്ടായിരുന്നു പഴയ? ഒരു മിനിറ്റ്, എന്തായാലും അച്ചായന്റെ പറഞ്ഞു. എവിടെ പഠിച്ചു? ഏത് കോളേജിലായിരുന്നു? ഞാൻ ഇവിടെ തേവര കോളേജിൽ പഠിച്ചു. തേവര കോളേജ്, മിക്സഡ് കോളേജാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പസ് ലൈഫ്? അടിപൊളി. ഓർത്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും മുഹൂർത്തങ്ങൾ? ഓർത്തെടുക്കാൻ പറ്റിയ ഇങ്ങനത്തെ ലൈനിൽ പോയില്ല. രാഷ്ട്രീയവും മറ്റൊന്നും കളിച്ചു നടന്ന്. അപ്പൊ പ്രേമിക്കാനുള്ള സമയം കിട്ടിയില്ല. രാഷ്ട്രീയത്തിനിടയ്ക്ക് പ്രേമിക്കണ്ടേ? നേതാവ് വി ഡി സതീശന്റെ ക്ലാസ്മേറ്റ് ആണ്. ഒരു സതീശൻ ഒരുമിച്ച് പഠിച്ചാണ്. സതീഷൻ ഞാൻ ഒരേ ടൈമിൽ പഠിച്ചത്. അദ്ദേഹത്തോട് എപ്പോഴെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ ചോദിക്കണം, ഇങ്ങനെ ഒരാൾക്ക് അന്ന് വല്ല പ്രേമം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നുണ്ടല്ലോ അച്ചായനെ ആദ്യം കുറ്റം പറഞ്ഞു. ഇപ്പൊ വീട്ടില് ഭാര്യ ഇരുന്ന് കാണുമെന്നുള്ള പേടി കൊണ്ടാന്ന് തോന്നുന്നു പറയാത്തത്. അങ്ങനെയൊന്നുമില്ല, ഭാര്യയൊക്കെ എല്ലാം അറിയാവുന്നതാണ്. തേവര കോളേജൊക്കെ പ്രേമിച്ച് നടക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ഉല്ലാസ കേന്ദ്രമാണ്. അതെ അതെ അതെ, അതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. അതെ, സംശയമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് പെട്ടില്ല എന്നുള്ളത് മാത്രമുള്ള സങ്കടം. പെട്ടില്ല എന്നുള്ള സങ്കടം. പെട്ടില്ല എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ അത് കഷ്ടപ്പെട്ട് എന്നുള്ള വാക്കാണ്. എന്നിട്ട് സങ്കടമൊന്നും. ഓക്കെ, അപ്പോ സുബീഷ് വീണ്ടും ഇവരുടെ അപ്പോൾ ഈ വർത്താനമൊക്കെ കൊള്ളാം. ഈ ഭയങ്കര കൗണ്ടറടിയാണല്ലോ, ഇവരുടെ കൗണ്ടറികളുടെ ഉസ്താദുകളാണ്. അപ്പൊ ഇവരുടെ ഭാഗങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഉപയോഗിക്കണം തോന്നിയിട്ടില്ലേ സിനിമയിൽ? തീർച്ചയായും ഒരു ചുരുളിയിൽ 2ാം ഭാഗം എടുക്കേണ്ടി വരും. ചുരുളിയുടെ 2ാം ഭാഗത്തിൽ എന്തോ പഴയത് ചോദിച്ചു, പക്ഷെ പുതിയതൊന്നും ചോദിച്ചു നോക്ക്. സുബീഷിന്റെ പുതിയത് എന്തെങ്കിലും ഉണ്ടോ? വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. ഞങ്ങൾക്കറിയാൻ മേല. എനിക്ക് എന്റെ ഒരു സംശയമാണ്. ഇപ്പൊ ഇനിയും വല്ലതും മനസ്സിൽ വെച്ചോണ്ടാണോ നടക്കുന്നത്, അതുകൊണ്ടാണോ ഇപ്പൊ ഇനി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു സംശയമാണ്. ഞാനായിട്ട് ചോദിക്കില്ല, അച്ഛൻ തന്നെ ചോദിക്കും. ചോദിച്ചേ, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ തറപ്പിച്ച് പറ. എല്ലാം നിന്റെ കൂടെ ഉണ്ട്. നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരും. അതിനുള്ള ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. കൈയടിച്ച് പാസ്സാക്കി ഇവിടെ. പക്ഷേ ഇത് ഏറ്റവും രസകരമുള്ള കാര്യം നടത്തിയിരിക്കും. കാര്യം അച്ഛൻ പറഞ്ഞ ഇല്ല. സുബീഷ് ആലോചിക്കുന്നുണ്ടാവും ഏത് സമയത്താണോ ഈ നടക്കുന്ന കൂടെയുള്ള ആൾക്കാരെ കൂടെ പിടിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യാന്ന് സമ്മതിച്ചത്. സുബീഷ് നൈസായിട്ട് അച്ഛന്റെ ചോദ്യത്തിലേ ഒന്നും മറുപടി പറഞ്ഞില്ല, മിണ്ടില്ല, ചിരിച്ചങ്ങ് തള്ളി. ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലേ എവിടെ സ്റ്റുഡിയോയിൽ ഇരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെ സ്റ്റേഡിയത്തിലെ സുഹൃത്തുക്കളെ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്, അവിടെ നമുക്ക് ഇരിക്കാൻ പറഞ്ഞില്ലേ. പിന്നെ എനിക്ക് സംശയം ഇത് നമുക്ക് പണിയാവുന്നില്ലേ. എന്തായാലും മനസ്സിലായില്ലേ പണിയായെന്ന്. ആഗ്രഹിക്കുന്ന എന്താ പറയുക, ഈ സുബീഷിന്റെ ഭാരത സർക്കാർ ഉൽപ്പന്നം ഒരു വൻ ഹിറ്റായി മാറണം. അപ്പോൾ അതിൻ്റെ സക്സസ് സുബീഷിന് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് സുബീഷ്. കാര്യം ഇതിൻ്റെ 1.5 കൊല്ലമായിട്ട് ഞങ്ങൾ സഹിക്കുന്നുണ്ട്. പുള്ളി എപ്പോൾ വാ തുറന്നാലും ഈ സിനിമയുടെ പ്രൊഡക്ഷനും അതിൻ്റെ ടെൻഷനും അതിൻ്റെ എല്ലാം നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ ഹിറ്റാവണം. ഞങ്ങളെല്ലാവരും കാണും, നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് എല്ലായിടത്തും കാണണമെന്ന് പറയും. ഇത് ഹിറ്റാവണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആഗ്രഹം. ഉറപ്പായിട്ട് സുബീഷിന്റെ ആ ചലച്ചിത്ര മോഹം അത് വലിയൊരു തലത്തിലേക്ക് എത്തും, ഉറപ്പാണ്. ഈ സിനിമ എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും കണ്ടിരിക്കണം എന്നുള്ളതാണ്. കാര്യം ആ പേര് തന്നെ അതുപോലത്തെ ഒരു പേരാണ് സംഭവം. എല്ലാവരും കാണും. സുബീഷെ ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടുണ്ട് എല്ലാ രീതിയിലും. സുബീഷ് വൻ കോൺഫിഡന്റ് ആണ്, ഒരു പ്രശ്നമില്ല. കാരണം ഇത്രമാത്രം ഒരു സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഭാരത സർക്കാർ ഉൽപ്പന്നം ഒരു വലിയ ഹിറ്റ് ആകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ രാവിലെ ഇങ്ങനെ തിരക്കാണോ? ഞാൻ ഫ്രീ ആക്കേണ്ട സമയമൊന്നും ആയില്ലല്ലോ. ഒരു 5-10 മിനിറ്റ് പോവില്ലേ നമ്മളോടൊപ്പം? ഞങ്ങള് സുധീഷിന് വേണ്ടി ഏത് അറ്റം വരെ പോകും. എനിക്ക് തോന്നി അച്ഛൻ്റെ തോന്നുന്നു ഇവിടുത്തെ മെയിൻ സുബീഷിന്റെ ഒരു പമ്പിങ് എനർജി. ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും സിനിമയിലേക്ക് വന്നാൽ സുബീഷ്, ഇപ്പോ അതിന്റെ ഒരു ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? എത്രമാത്രം ദൈർഘ്യമുള്ള ഒരു ഷെഡ്യൂൾ ഒക്കെ ആയിരുന്നു? ഒരു 35 ഡേയ്സ് ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൽ ഒരു 79% അവിടെയായിരുന്നു. നോർത്തിൽ, നമ്മുടെ നാട്ടിൽ കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ, പിന്നെ ബാക്കി എറണാകുളത്ത്. അതിന്റെ നോർത്തൻ സ്ലാങ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഇല്ല. അവരിങ്ങനെ എല്ലാവരും എല്ലാ ഭാഷയും. ഇപ്പൊ തിരുവനന്തപുരത്തിലാണ് നമ്മൾ നായിക നടി, തിരുവനന്തപുരം അവർ ആ സ്റ്റൈൽ. അങ്ങനെ
കൃത്യമായിട്ടൊരു പ്രാദേശിക ഭാഷ കൊളോക്കിയൽ ലാംഗ്വേജ് ഒന്നും പിടിച്ചില്ല. ഉപയോഗിച്ചിട്ടില്ല. ഈ സുബീഷിന്റെ സംസാരത്തിൽ നല്ല രസമായിട്ടുള്ള ഒരു മലബാർ സ്ലാങ് ഉള്ള ആളാണ്. അത് സിനിമയിലും ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറയുന്ന പോലെ തന്നെയാണ് പറഞ്ഞത്. ബിടെക്കിലെ ആ ക്യാരക്ടർ അതിലൊക്കെ പക്ക നാട്ടുമ്പുറത്തുകാരനായിട്ട് അതെ അതെ കുട്ടൻ എന്ന് പറഞ്ഞ കുട്ടൻ ചേട്ടൻ അല്ലേ? അപ്പൊ അതിലൊക്കെ നല്ല രസമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഈ ക്ലോസ്ലി വാച്ച് ചെയ്യാറുണ്ട് ഓരോരുത്തരും. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഇത്ര ആളുകൾ അവരിലെ ഓരോരോ മാനറിസം ശ്രദ്ധിക്കില്ല ഒരു ആക്ടർ എന്ന നിലയിൽ? അത് ഞാൻ കൃത്യമായിട്ട് പഠിക്കാറുണ്ട്. അതിപ്പം നമ്മൾ അത് ആരും അറിയാതെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ശാംശീകരിക്കുക എന്നുള്ളൊരു സാധനം ഒരു നടനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ്. അതിപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തോ അത് കൃത്യമായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. മനസ്സിലായി? ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പോ ഈ അച്ചായന്റെ ഒരു ക്യാരക്ടർ വരുവാണെങ്കിൽ ഈ അച്ചായന്റെ എന്ത് ക്യാരക്ടർ ആയിരിക്കും സുബീഷ്? അത് അച്ചായനെ കൊണ്ട് മാത്രമേ ചെയ്യിപ്പിക്കാൻ പറ്റൂ. അത് വേറെ ആൾക്ക് അനുകരിക്കാനൊന്നും പറ്റില്ല. അച്ചായന് മാത്രം കിട്ടിയ സ്വതസിദ്ധമായ പരിപാടിയാണ്. അച്ചായന്റെ കറക്റ്റ് കാര്യങ്ങൾ പുറത്തോട്ട് വരണമെങ്കിലേ അച്ചായന്റെ പുറകെ ഞങ്ങൾ എല്ലാവരും തന്നെ വേണം. എന്നാലാണ് അച്ചായന്റെ യഥാർത്ഥ സ്ഥാനം. എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അച്ചായന്റെ അടുത്ത് തള്ളാൻ ചെന്ന അച്ചായന് ഒരു ലെവലിലും സമ്മതിക്കൂല. അവനെ മറിച്ചിട്ടേ പുള്ളി പോവുള്ളൂ. അത് അച്ചായന്റെ ഒരു സ്വഭാവമാണ്. അച്ഛന്റെ റിയാക്ഷൻ ഗംഭീരാണ് അച്ഛൻ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളൊരു ചെറിയൊരു ഇടവേളയിലേക്ക് പോകട്ടെ, ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. എന്തായാലും മോർണിംഗ് വൈബ്സ് ഇവിടെ വർത്തമാനങ്ങളും സുബീഷിന്റെ സിനിമാ വിശേഷങ്ങളൊക്കെ തുടരും. ഒരു ചെറിയൊരു ഇടവേളയിലേക്ക് പോയി അതിവേഗത്തിൽ തിരിച്ചെത്താം. വളരെ വേഗത്തിൽ മടങ്ങിയെത്തും മോർണിംഗ് വൈബ്സ്. ഒരു ബ്രേക്കിലേക്ക്. ചെറിയൊരു കാര്യമാണ്. എന്റെ പേര് ഷുഹൈബ് എന്നാണ്. ബ്രേക്ക് വന്നിട്ടെ ഒരു ബ്രേക്കിലേക്ക്